പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്കെൻ്റെ സ്നേഹം നിറഞ്ഞ ആശംസകൾ. നന്നായിരിക്കുന്നുവോ? നിങ്ങൾക്ക് സുഖം തന്നെയല്ലേ? ആരോഗ്യത്തോടെ ഇരിക്കുന്നുവോ? ആരെയെങ്കിലും കാണുമ്പോൾ സുഖം തന്നെയല്ലേ എന്നാണ് ചോദിക്കാറുള്ളത്. കാരണം നമ്മൾ ആരോഗ്യത്തോടെ ഇരിക്കണം. സൗഖ്യം, വ്യാധി എന്ന് പറഞ്ഞാൽ ചിലർക്ക് മനസ്സിൽ വ്യാധി ഉണ്ടാകും, വ്യാകുലതയും ദുഃഖവും. ചിലർക്ക് ഹൃദയത്തിൽ വരുന്ന വ്യാധി, ഭയവും ഭീതിയും. ഡിപ്രഷൻ. ശരീരത്തിലുണ്ടാകുന്ന വ്യാധി നമുക്ക് മനസ്സിലാകും. ചില രോഗങ്ങൾ, വേദനകൾ, ചില പ്രശ്നങ്ങൾ. നാം എല്ലാറ്റിലും സൗഖ്യമുള്ളവരായിരിക്കണം. ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു വാക്യം നോക്കാം. ആവർത്തന പുസ്തകം 7:15. യഹോവ സകല രോഗവും നീങ്കൽ നിന്ന് അകറ്റിക്കളയും. യഹോവ സകല രോഗങ്ങളും നിന്നിൽ നിന്നും അകറ്റിക്കളയും. ചെറിയ വ്യാധി, വലിയ വ്യാധി എന്നൊന്നുമില്ല. സകല വ്യാധികളും. നിങ്ങളേതോ ഒരു വ്യാധി കാരണം വിഷമിക്കുകയാകും. തലവേദന, കണ്ണിന് പ്രശ്നം, ചെവിക്ക് പ്രശ്നം, ഹാർട്ട് പ്രോബ്ലം, ലങ്സ് പ്രോബ്ലം, ലിവർ പ്രോബ്ലം, കിഡ്നി പ്രോബ്ലം, ഗർഭപാത്രത്തിൽ പ്രശ്നം, എല്ലിന് പ്രശ്നം, ഞരമ്പുകൾക്ക് പ്രശ്നം, അതുപോലെ രക്തത്തിൽ. എന്തു രോഗമാണെങ്കിലും സകല രോഗങ്ങളും നിന്നിൽ നിന്നും അകറ്റും എന്ന് യഹോവ വാക്ക് തന്നിരിക്കുന്നു. യഹോവയാണ് എല്ലാറ്റിലും സ്പെഷ്യലിസ്റ്റ്. ഹൃദയത്തിലൊരു പ്രശ്നമുണ്ടാകുമ്പോൾ ഹാർട്ട് സ്പെഷ്യലിസ്റ്റിനെ കാണിക്കുക എന്ന് പറയും. അതുപോലെ എല്ലിന് പ്രശ്നമുണ്ടായാൽ ബോൺ സ്പെഷ്യലിസ്റ്റിനെ കാണിക്കുക എന്ന് പറയും. കണ്ണിന് പ്രശ്നമുണ്ടായാൽ കണ്ണാശുപത്രിയിലേക്ക് പോകുമെന്ന് പറയും. ഓരോ അവയവത്തിനും ഓരോ ഡോക്ടറാണ്, ഓരോ സ്പെഷ്യലിസ്റ്റുകളാണ്. എല്ലാത്തിനുമുള്ള ഒരേ ഒരു സ്പെഷ്യലിസ്റ്റ് എന്ന് പറയുന്നത് യേശുക്രിസ്തുവാണ്. കാരണം ഈ ശരീരം മുഴുവൻ സൃഷ്ടിച്ചത് യഹോവയാണ്. അതായത് നമുക്ക് കണ്ണുണ്ടാക്കിയതും ഹൃദയത്തെ സൃഷ്ടിച്ചതും എല്ലുകളെയും ഞരമ്പുകളെയും സൃഷ്ടിച്ചവൻ. നമ്മുടെ ഈ ശരീരത്തെ മുഴുവൻ സൃഷ്ടിച്ചത് യഹോവയാണ്. അപ്പോൾ ഇത് മുഴുവനും ശരിയാക്കാൻ യഹോവയ്ക്കേ സാധിക്കൂ. ഒരേയൊരു സ്പെഷ്യലിസ്റ്റാണ് യേശുക്രിസ്തു. സകല വ്യാധികളെയും സൗഖ്യമാക്കും. യേശു ക്യാൻസർ സൗഖ്യമാക്കുന്നു, കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച തരുന്നു, ബധിരരുടെ ചെവികളെ തുറക്കുന്നു, ലങ്സിനെ സൗഖ്യമാക്കുന്നു, കിഡ്നിയെ ശരിയാക്കി, പ്രവർത്തിക്കാത്ത കിഡ്നി പ്രവർത്തിക്കുന്നു. ഇങ്ങനെ അനേകം അത്ഭുതങ്ങൾ ഞാൻ ശുശ്രൂഷയിൽ കണ്ടിട്ടുണ്ട്. എനിക്കും ഹാർട്ട് പ്രോബ്ലം ഉണ്ടായിരുന്നു. ഹാർട്ട് സ്പെഷ്യലിസ്റ്റ് പറഞ്ഞു, രക്ഷയില്ല, ഹാർട്ട് കംപ്ലീറ്റായി ഡാമേജ് ആയിരിക്കുകയാണ് എന്ന്. അയാളെക്കൊണ്ടാകുന്നത് ചെയ്തു, അത്ര തന്നെ. പക്ഷേ യേശു എന്നെ തിരഞ്ഞു വന്ന് എന്നെ തൊട്ട് സൗഖ്യമാക്കി. എന്റെ കാലുകൊണ്ട് നടക്കാനാവാതെ കിടന്ന കിടപ്പിൽ തന്നെയായിരുന്നു. കാലെ തൊട്ട് സുഖമാക്കി. എന്റെ ഹൃദയത്തിൽ, ആത്മാവിൽ പാപമെന്ന രോഗമുണ്ടായിരുന്നു, അതും സൗഖ്യമാക്കി. ഭയം, ഭീതി എന്നിങ്ങനെ ആത്മാവിൽ വ്യാധി ഉണ്ടായിരുന്നു, അതും മാറ്റിത്തന്നു. എല്ലാം മാറ്റി പൂർണ്ണ സുഖം തന്ന് ആരോഗ്യത്തോടെ നടത്തുന്നു. അതാണ് യേശു. ആ യേശു പറയുന്നു, സകല വ്യാധികളും നിന്നിൽ നിന്നും അകറ്റിക്കളയുമെന്ന്. നിങ്ങൾ വിശ്വസിച്ച് ഇന്നേതു രോഗത്തിൽ നിന്നാണ് വിമോചനം വേണ്ടത്, അത് ഊന്നിപ്പറഞ്ഞ് പ്രാർത്ഥിക്കണം. എന്റെ ശരീരത്തിൽ ഈ വ്യാധിയുണ്ട്, എന്റെ മനസ്സിൽ ഈ വിഷമമുണ്ട്, എന്റെ ഹൃദയത്തിൽ ഈ ഭയമുണ്ട്, അത് മാറ്റി എന്നെ സൗഖ്യമാക്കണേ എന്ന് പ്രാർത്ഥിച്ചാൽ ഇപ്പോഴേ സുഖം പ്രാപിക്കാം. കാരണം യേശു സകല വ്യാധികളെയും കുരിശിൽ ചുമന്നു. യേശുവിന്റെ തഴമ്പുകളാൽ സുഖം പ്രാപിക്കും. വിശ്വസിക്കുന്നുണ്ടോ? ഒരേയൊരു പ്രാർത്ഥനയിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ സൗഖ്യമാകും. വിശ്വാസത്തോടെ വ്യാധിയുള്ള സ്ഥലത്ത് കൈവയ്ക്കൂ, അല്ലെങ്കിൽ ഹൃദയത്തിൽ കൈവയ്ക്കൂ. യേശുവിന്റെ നാമത്തിൽ ഈ വ്യാധി അകന്നു പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ എനിക്ക് സൗഖ്യമുണ്ടാകട്ടെ. യേശുവേ, എന്റെ വ്യാധി അകറ്റണമേ എന്ന് ഒരു നിമിഷം പ്രാർത്ഥിക്കൂ. നസറായനായ യേശുവിന്റെ നാമത്തിൽ ഈ മകൾക്ക് സുഖമുണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ ഈ മകന് സുഖമുണ്ടാകട്ടെ. സകല വ്യാധികളും യേശുവിന്റെ നാമത്തിൽ ഈ മകനെ വിട്ടകന്നു പോകട്ടെ. ഇപ്പോൾ തന്നെ പൂർണ്ണ സുഖം പ്രാപിക്കട്ടെ. സൗഖ്യമാക്കുന്ന അങ്ങയുടെ ശക്തി അവരുടെ ശരീരത്തിനുള്ളിലേക്ക് ഇറങ്ങുമാറാകട്ടെ. യേശുവിന്റെ നാമത്തിൽ പരിപൂർണ സൗഖ്യമുണ്ടാവട്ടെ. ആമേൻ, ആമേൻ. ജീസസ് റീഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ